അടുത്ത വാർത്തയിലേക്ക് പോവുകയാണ്. ഡോക്ടർ വന്ദന ദാസിന്റെ കൊലപാതകത്തിൽ CBI അന്വേഷണം വേണം എന്നുള്ള ആവശ്യം കുടുംബം ഉന്നയിച്ചതാണ്. പക്ഷേ CBI അന്വേഷണം ഹൈക്കോടതി സിംഗിൾ ജഡ്ജി അംഗീകരിച്ചിട്ടില്ല. ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാനാണ് ഇപ്പോൾ കുടുംബത്തിന്റെ തീരുമാനം. പക്ഷേ അതോടൊപ്പം തന്നെ വളരെ ശക്തമായ ചില പരാതികൾ ഉന്നയിക്കുകയാണ് ഡോക്ടർ വന്ദന ദാസിന്റെ അച്ഛനായ മോഹൻദാസ്. അദ്ദേഹം പറയുന്നത് ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഒരു സഹായവും തനിക്ക് കിട്ടിയില്ല എന്നാണ്. അതുമാത്രമല്ല, CBI അന്വേഷണത്തിന് സർക്കാർ തടസ്സം നിന്നു എന്ന വലിയ പരാതിയാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. പല കാര്യങ്ങളും ഇന്ന് മോഹൻദാസ് തുറന്നു പറയുകയുണ്ടായി. അത് സർക്കാരിനെ കുഴപ്പത്തിലാക്കുന്നതാണ്. അതുമാത്രമല്ല, പോലീസിനെയും ഡോക്ടർമാരുടെ സംഘടനയെ പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഇവരുടെ ഒന്നും സഹായം കിട്ടിയിട്ടില്ല എന്നാണ് ഇപ്പോൾ മോഹൻദാസ് പറയുന്നത്. വന്ദനാദാസിന്റെ കൊലപാതകത്തിലെ യഥാർത്ഥ പ്രതികൾ മറ്റുള്ളവർ കൂടി ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ പോലീസും ഉൾപ്പെട്ടിട്ടുണ്ട്, ഒരു ഡോക്ടർ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരുടെ അനാസ്ഥയാണ് ഈ ജീവൻ പൊലിയാൻ കാരണമായത് എന്നാണ് മോഹൻദാസ് പറയുന്നത്. അതുമാത്രമല്ല, ഈ ആശുപത്രി സംരക്ഷണ നിയമം അത് പിന്നീടാണ് ഉണ്ടായത്. വന്ദനാദാസിന്റെ കൊലപാതകത്തിന് ശേഷം ആശുപത്രി സംരക്ഷണ നിയമം നിലവിൽ വന്നിരുന്നു. ഇതിനു വേണ്ടിയുള്ള ഒരു രക്തസാക്ഷിയായി മാറുകയായിരുന്നു തന്റെ മകൾ എന്നുള്ള ആരോപണം കൂടി അദ്ദേഹം ഉന്നയിച്ചിരിക്കുകയാണ്. ഡോക്ടർമാർ പോലും തന്റെ മകളുടെ മരണം ആഗ്രഹിച്ചു, അതിനാൽ ചികിത്സ വേണ്ട രീതിയിൽ കൊടുത്തില്ല എന്ന കാര്യവും അദ്ദേഹം പറയുകയാണ്. മന്ത്രിമാർ പോലും അന്വേഷണത്തോട് സഹകരിച്ചില്ല, തങ്ങളുടെ വാദം കേട്ടില്ല. അതുകൊണ്ട് തന്നെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാൻ പോവുകയാണ് ഡോക്ടർ വന്ദനാദാസിന്റെ കുടുംബം. ഇപ്പോൾ ശ്രീ മോഹൻദാസിന്റെ പ്രതികരണം കണ്ടു നോക്കാം. പോലീസ് സാന്നിധ്യത്തിൽ നടന്ന ഒരു കൊലപാതകം, അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷിച്ചാൽ പോരാ, പുറത്തു നിന്നുള്ള കേരളത്തിന് പുറത്തു നിന്നുള്ള ഒരു ഏജൻസിയുടെ അന്വേഷണം വേണമെന്ന ആവശ്യമായിരുന്നു കുടുംബം മുന്നോട്ട് വെച്ചത്. അതേ ആവശ്യം തന്നെയാണ് ഇപ്പോഴും അവർ മുന്നോട്ട് വെക്കുന്നത്. ഈ വന്ദനയുടെ മരണവുമായി ബന്ധപ്പെട്ട നിരവധി ദുരൂഹതകളാണ് അന്ന് തന്നെ ഉയർന്നിരുന്നത്. വന്ദനയുടെ ജീവൻ നഷ്ടപ്പെടാൻ പ്രധാന കാരണമാകുന്ന അനാസ്ഥകൾ വലിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ കുടുംബം ആരോപിക്കുകയാണ്. ഇത് ആദ്യമായാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ദനയുടെ പിതാവ് മോഹൻദാസ് മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് ഇക്കാര്യങ്ങളെല്ലാം പറയുന്നത്. പ്രത്യേകിച്ച് വലിയ സൗകര്യമുള്ള കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഒന്നും ചെയ്തില്ല. തൊട്ടടുത്ത വിജയ ആശുപത്രിയിലും പല സൗകര്യങ്ങളും ഉണ്ടായിരുന്നു, സർജന്മാരടക്കമുള്ളവരുണ്ട്. പക്ഷെ അവരെ ആരെയും വിളിക്കാതെ ആണ് അവിടെ നടപടികൾ ഉണ്ടായത്. ഈ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ആംബുലൻസിലേക്ക് നടന്നു കയറുകയാണ് വന്ദന ചെയ്തത്. വിജയ ആശുപത്രിയിലേക്കും നടന്ന് പോവുക, അതായത് വാഹനത്തിൽ നിന്ന് ആംബുലൻസിൽ ഇറങ്ങി പിന്നീട് നടന്നാണ് പോകുന്നത്. ഇവിടെ വെച്ചൊക്കെയും സംസാരിക്കുന്നുണ്ടായിരുന്നു. തൊട്ടടുത്ത ഒരുപാട് സ്വകാര്യ മെഡിക്കൽ കോളേജുകളും പാരിപ്പള്ളി അടക്കമുള്ള മെഡിക്കൽ കോളേജുകളും ഉണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജുണ്ട്. അവിടെയൊന്നും ഇല്ലാത്ത നിലയിൽ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതാണ് ഒരു തരത്തിൽ ദുരൂഹം. രാവിലെ പുലർച്ചെയാണ്, വാഹനത്തിരക്കൊന്നും ഇല്ലാത്ത സമയത്ത് 1.5 മണിക്കൂർ എടുത്താണ് ആംബുലൻസ് അവിടെ എത്തിച്ചതെന്ന അടക്കമുള്ള കാര്യങ്ങൾ ദുരൂഹമായി തന്നെ തോന്നുന്നു എന്ന നിലയിലാണ് പിതാവ് സംസാരിച്ചത്. എൻ്റെ ഏക മോളുടെ കൊലപാതകം അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നതിന് വേണ്ടി കേരളത്തിന് പുറത്തുള്ള ഒരു ഏജൻസി അല്ലാതെ മറ്റാര് അന്വേഷണം നടത്തിയാലും അത് തെളിയുകയില്ല എന്നുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കേസ് ഫയൽ ചെയ്തിരുന്നത്. ADGPയും അതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാരും നേരിട്ട് ഹാജരായി ഇതിന് യുക്തിയുക്തം ഏർക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. അപ്പീൽ കൊടുക്കുന്നുണ്ട്. അത് അപ്പീൽ ഡിവിഷൻ ബെഞ്ചിലാണെങ്കിൽ തന്നെയും സത്യവും നീതിയും നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസം. IMA അടക്കമുള്ള സംഘടനകൾ കേരളത്തിൽ മെഡിക്കൽ രംഗത്ത് ഒരു രക്തസാക്ഷി ഉണ്ടാകുമെന്ന് നേരത്തെ പറഞ്ഞതിലും സംശയം പ്രകടിപ്പിക്കുകയാണ് കുടുംബം ചെയ്തത്. എന്തായാലും എന്തൊക്കെയോ മറച്ചു വെക്കാനുള്ള ദുരൂഹമായ നീക്കം ആണ് നടക്കുന്നത്. പല കേസുകളും നമുക്കറിയാം, കേരളത്തിൽ പ്രത്യേകിച്ച് യാതൊരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത പല കേസുകൾ പോലും CBIക്ക് വിടുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ പോലും സർക്കാർ നടത്താറുണ്ട്. പക്ഷെ എന്തിനാണ് തൻ്റെ ഒരേ ഒരു മകളുടെ ഈ കേസിൽ കൊന്നു കളഞ്ഞ കേസിൽ എന്തുകൊണ്ടാണ് ഒരു ഏജൻസിയെ, ഇതിന് പുറത്തുള്ള ഒരു ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കാത്തത് എന്ന സംശയമാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഏറെ വിതുമ്പിക്കൊണ്ടായിരുന്നു മോഹൻദാസ് വാർത്താ സമ്മേളനത്തിൽ പല സമയത്തും സംസാരിച്ചത്. കുടുംബത്തിന്റെ വേദന മാറുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. വന്ദന എല്ലാവരുമായും വളരെ നന്നായി പെരുമാറുന്ന കുട്ടി, വളരെ കാര്യമായി രോഗികൾക്കടക്കം അങ്ങോട്ട് പണം നൽകി ചികിത്സയൊക്കെ ചെയ്തു കൊടുക്കുന്ന രീതിയൊക്കെ ഉള്ള ഒരു കുട്ടിയായിരുന്നു. അങ്ങനൊരു കുട്ടിയുടെ വേർപാട് കുടുംബത്തിന് ഇപ്പോഴും താങ്ങുന്നില്ല എന്നുള്ളതാണ് ഈ വാർത്താ സമ്മേളനത്തിൽ ഉടനീളം നമ്മൾ കാണാൻ സാധിച്ചത്. എന്തായാലും ഇതിനൊപ്പം തന്നെയാണ് ഈ വിഷയത്തിൽ ഈ
ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് FIR സ്റ്റേറ്റ്മെന്റിൽ അടക്കം ഗുരുതര വീഴ്ചകൾ വന്നിട്ടുണ്ട്, പിഴവുകൾ വന്നിട്ടുണ്ട് എന്നും കുടുംബം ചൂണ്ടിക്കാണിക്കുന്നു. കൊല്ലത്തെ കേസ് വാദിക്കുന്ന വക്കീലും ഇതേ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. എന്തായാലും ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയാണ് കുടുംബം. അവിടെ നിന്നെങ്കിലും നീതി കിട്ടണം, ഇതിൽ സത്യം പുറത്ത് കൊണ്ടുവരണം എന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. മുട്ടിച്ചിറയിലെ വസതിയിൽ നിന്നും ഇമ്മാനുവൽ തോമസിനൊപ്പം G ശ്രീജിത്ത്, News 18. ഇക്കാര്യത്തിൽ ഇതുവരെ ഡോക്ടർമാരുടെ സംഘടന പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് വളരെ കഷ്ടമായ ഒരു കാര്യമാണ്. ഡോക്ടർമാരുടെ സംഘടനയെ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് വിളിച്ചുവെങ്കിലും ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. എന്തായാലും അവർ ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടതാണ്. കാരണം തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഡോക്ടറാണ് മരണമടഞ്ഞത്. ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നതാണ്. എല്ലാ പിന്തുണയും ഈ കുടുംബത്തിന് നൽകുമെന്ന് ഡോക്ടർമാരുടെ സംഘടനയും സർക്കാരും ഒക്കെ അറിയിച്ചിട്ടുള്ളതാണ്. പക്ഷേ അവിടെ CBI അന്വേഷണത്തിന് വേണ്ടി ഒരു പിന്തുണയും ഈ കുടുംബത്തിന് കിട്ടിയിട്ടില്ല എന്ന് അച്ഛൻ തന്നെ തുറന്നു പറയുകയാണ്. അതിനാലാണ് അവർക്ക് ഒറ്റയ്ക്ക് നിയമ പോരാട്ടം നടത്തേണ്ടി വന്നത്. ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഡോക്ടർ വന്ദനാദാസിന്റെ കുടുംബം. ആശുപത്രികളിൽ നിന്നാണ് മറ്റൊരു വാർത്ത കൂടി വരുന്നത്. ആലപ്പുഴയിൽ